ഒരിക്കൽ ശുശ്രൂഷയ്ക്കിടയിൽ മറ്റൊരു സഹോദരിയെ കണ്ടുമുട്ടി. കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ച് 18 വയസ്സ് വരെ സഭയിൽ വളർന്ന് മിശ്രവിവാഹം കഴിച്ച് തുടർന്ന് ജീവിതം തകർന്നു പോയൊരു സഹോദരി. അവൾ പറഞ്ഞു, ഞാൻ എൻ്റെ ദൈവത്തെ ഉപേക്ഷിച്ചതുകൊണ്ട് ദൈവവും എന്നെ ഉപേക്ഷിച്ചു. ഇനി ദൈവം പോലും എന്നോട് ക്ഷമിക്കുകയില്ല എന്ന്. എനിക്ക് ലഭിച്ച പരിശുദ്ധാത്മ പ്രചോദനം അനുസരിച്ച് ഞാൻ അവളോട് എൻ്റെ വലത് കൈപ്പത്തി ഉയർത്തി നിവർത്തി കാണിച്ചു പറഞ്ഞു, മോളെ, ജീവിതത്തിൽ ഒരുപാട് തെറ്റുപറ്റിയ കൈയാണിത്. ചുറ്റുപാടും തിരുവചനത്തിലുമായി 1000 തെറ്റുപറ്റിയവരെ നമുക്ക് കണ്ടെത്താനുമാകും. ഇടറിപ്പോയവരുടെ ജീവിതമാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ പലരുടേതും. ഉദാഹരണത്തിന് മഗ്ദലന മറിയം. അവൾ എന്തൊക്കെ പാപം ചെയ്തുവെന്നോ എത്ര തവണ ചെയ്തുവെന്നോ എനിക്കറിയില്ല. എന്നാൽ ഒന്നെനിക്കറിയാം, ഞാനിന്ന് വിശുദ്ധ മഗ്ദലന മറിയത്തിൻ്റെ മാധ്യസ്ഥം തേടുന്നവനാണ്. വിശുദ്ധ മഗ്ദലന മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്നാണ് സഭ പ്രാർത്ഥിക്കുന്നത്. പടുപാപിനിയെ ഇന്ന് വിളിക്കുന്നത് വിശുദ്ധയെന്നാണ്. ഞാൻ തുടർന്നു, മഗ്ദലനയെ ഉപേക്ഷിക്കാതെ വിശുദ്ധയാക്കി മാറ്റിയ ദൈവത്തിന് നിന്നെയും ഉപേക്ഷിക്കാതെ സ്വന്തമാക്കാൻ കഴിയും. കാരണം അവൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്. ജെറമിയ 32:27. ഞാൻ ആ മകളെ ആ ഹാളിൽ തൂക്കിയിരിക്കുന്ന കുരിശിൻ്റെ ചുവട്ടിലേക്ക് പറഞ്ഞയച്ചു. നീ തന്നെ പോയി ഈശോയോട് സംസാരിക്കെന്ന് പറഞ്ഞ്. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു. ധനികനായ ശിമയോന്റെ വീട്ടിൽ വിരുന്നിനെത്തിയ യേശുവിൻ്റെ അടുക്കലേക്ക് നഷ്ടധൈര്യയായി പിൻഭാഗത്തുകൂടി കടന്നു ചെന്ന പാപിനിയെപ്പോലെ അവൾ ആ കുരിശുരൂപത്തെ സമീപിച്ചു. എന്നിട്ട് മുട്ടുകുത്തി ആണിപ്പഴുതേറ്റ ആ കാൽപാദങ്ങളിൽ 2 കരങ്ങളും കൊണ്ട് കെട്ടിപ്പിടിച്ച് കവിളുകൊണ്ട് മാറി മാറി ഉമ്മ വെച്ച് തേങ്ങി തേങ്ങി കരഞ്ഞു. പിന്നീട് കരച്ചിൽ ഉച്ചത്തിലായപ്പോൾ ആളുകൾ ചുറ്റും കൂടിയിട്ടും അവൾ അതൊന്നും അറിഞ്ഞതേയില്ല. ഒടുവിൽ പെയ്തൊഴിഞ്ഞ മഴ പോലെ ശാന്തയായി അവൾ എഴുന്നേറ്റ് വീണ്ടും എൻ്റെ മുമ്പിലുള്ള കസേരയിൽ വന്നിരുന്നു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ ഈശോയെ ഞാൻ കൈവിട്ടാലും ഈശോ എന്നെ കൈവിടില്ല എന്ന് പറഞ്ഞു ചേട്ടാ. വീണ്ടും അവൾ കരച്ചിലടക്കാനാവാതെ വിതുമ്പി. പക്ഷേ ആ വിതുമ്പൽ കുറ്റബോധത്തിൽ നിന്ന് ഉയർക്കൊണ്ടതായിരുന്നില്ല, മറിച്ച് ദൈവസ്നേഹം നുകർന്നുള്ള സന്തോഷത്തിൽ നിന്ന് ഉയർക്കൊണ്ടതായിരുന്നു. അപ്പോൾ ഒരു തിരുവചനം ഞാൻ ഓർത്തു. ദാനിയേൽ 14:38. ദൈവമേ, അങ്ങെന്നെ ഓർമ്മിച്ചിരിക്കുന്നു. അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല. മലാക്കി പ്രവാചകൻ 4-ാം അധ്യായം 2-ാം വാക്യം. എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നീതിസൂര്യൻ ഉദിക്കും. അതിൻ്റെ ചിറകുകളിൽ സൗഖ്യമുണ്ട്. തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കുട്ടി പോലെ നിങ്ങൾ തുള്ളിച്ചാടുമെന്ന്. എപ്പോഴാണ് പശുക്കുട്ടി തൊഴുത്തിൽ നിന്നും തുള്ളിച്ചാടി വരുന്നത്? പശുവിനെ വളർത്തിയിട്ടുള്ള നമുക്കറിയാം. പശു പ്രസവിക്കുമ്പോൾ അതിൻ്റെ കിടാവ് വീഴുന്നത് തൊഴുത്തിലെ മലമൂത്രാദി വിസർജ്യങ്ങളിലേക്കാണ്, അശുദ്ധ വസ്തുക്കളിലേക്കാണ്. തൻ്റെ കുഞ്ഞിന് ജന്മം നൽകി കഴിഞ്ഞാൽ ഉടനെ അമ്മ തിരിഞ്ഞു നിന്ന് കുഞ്ഞിനെ നക്കിത്തുടയ്ക്കുകയായി. കിടാവിൻ്റെ ദേഹത്തുള്ള വൃത്തികെട്ട ഫ്ലൂയിഡും തൊഴുത്തിൽ നിന്ന് പറ്റിയ ചാണകവും മൂത്രവും എല്ലാം ആ പശു നക്കിത്തുടയ്ക്കുകയാണ്, വൃത്തിയാക്കി ഉണക്കിയെടുക്കുകയാണ്. ഇവിടെ ആഴത്തിലേക്ക് ഇറങ്ങി ധ്യാനിക്കണം. ചാണകത്തിൽ മുളച്ച പുല്ല് പശു തിന്നുമോ? ഇല്ല, അത് മണത്ത ശേഷം മാറിപ്പോകും. എന്തിനൊരു ചെറിയ ഉളുമ്പ് മണമുള്ള വെള്ളം പോലും പശു കുടിക്കുകയില്ല. എന്നാൽ തൻ്റെ അരുമക്കിടാവിൻ്റെ ദേഹത്ത് പറ്റിയ ഈ അശുദ്ധ വസ്തുക്കളൊക്കെയും നക്കിത്തുടയ്ക്കുന്ന ഈ അമ്മ പശു വായിൽ ലഭിക്കുന്ന അശുദ്ധ വസ്തുക്കൾ എന്തു ചെയ്യുകയാണ്? ധ്യാനിക്കണം, അതത്രയും ആ അമ്മ വിഴുങ്ങുകയാണ്. ലോകത്തിലേതെങ്കിലും ഒരു പശു കിടാവിനെ നക്കിത്തുടച്ചിട്ട് കുലുക്കുകുഴിഞ്ഞു തുപ്പി എന്നാരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. തൻ്റെ പൊന്നോമന കുഞ്ഞിനോടുള്ള വാത്സല്യ നിമിത്തം എല്ലാം ആ അമ്മ ഉൾക്കൊള്ളുകയാണ്, സഹിച്ച് സ്വന്തമാക്കുകയാണ്. ഏത് അകൃത്യത്തിന് മധ്യത്തിലായാലും സ്വന്തം കുഞ്ഞിന് അമ്മയ്ക്ക് ഉപേക്ഷിക്കാനാവില്ല. പാപത്തിൻ്റെ പടുകുഴിയിലാണ് നീ കിടക്കുന്നതെങ്കിലും നിന്റെ ദൈവം നിന്നെ ഉപേക്ഷിക്കില്ല എന്ന്. കഴിഞ്ഞില്ല ആ തിരുവചനത്തിൻ്റെ വ്യാഖ്യാനം. അമ്മയാൽ നക്കിത്തുടയ്ക്കപ്പെട്ട് ഉണർവായ കുഞ്ഞ് സാവകാശം എഴുന്നേറ്റ് യാത്രയാവുകയാണ് അമ്മയുടെ അകിടിനരികിലേക്ക്. ആ പയോധരങ്ങളിൽ തനിക്കായി അമ്മയുടെ സ്നേഹം ഊറി ഉറഞ്ഞുകൂടിയുണ്ടായ അമ്മിഞ്ഞ നുകരാൻ ഈ പാലുകൂടി കുടിക്കുന്ന കുഞ്ഞ് ഉണരുകയായി, ഉന്മേഷവാനാവുകയായി. പിന്നെ അതിന് നിലത്ത് കിടക്കാനാവില്ല, അതെല്ലാം മറന്ന് തുള്ളിച്ചാടുകയാണ്. പ്രിയപ്പെട്ടവരെ, പാപത്തിൻ്റെ അകൃത്യങ്ങളുമായി കുമ്പസാരക്കൂട്ടിലെത്തുന്ന നിന്നെ നല്ല ദൈവം വൈദികനിലൂടെ നക്കിത്തുടച്ച് വിശുദ്ധ കുർബാന എന്ന പാല് നൽകി ജീവിതത്തിൻ്റെ ആത്മാവിൽ ആഹ്ലാദിക്കാൻ, സന്തോഷിച്ച് തുള്ളിച്ചാടാൻ അനുവദിക്കുന്ന ഒരു ദൈവമുണ്ട്. അവന് നമ്മെ ഉപേക്ഷിക്കാനാവില്ല. നമ്മൾ അവിശ്വസ്തരായിരുന്നാലും അവിടുന്ന് വിശ്വസ്തനാണ്. കുഞ്ഞ് സെപ്റ്റിക് ടാങ്കിൽ വീഴുന്നത് അയൽവാസി കണ്ടാൽ അമ്മയെ വിളിച്ച് വിവരമറിയിക്കും. എന്നാൽ അമ്മ കണ്ടാലോ മറ്റൊന്നും ചിന്തിക്കാതെ ചാടി അതിനെ രക്ഷിക്കും. കാരണം അതെൻ്റെ കുഞ്ഞാണ്. പാപത്തിൻ്റെ പടുകുഴിയിൽ കിടക്കുന്ന നിന്നെ ചാടി രക്ഷിച്ച ഒരു തമ്പുരാനുണ്ട്. അവന് നിന്നെ ഉപേക്ഷിക്കാനാവില്ല. നിന്റെ രൂപവും ലിഖിതവും അവൻ്റേതാണ്. ഞാൻ പാപിയാണ് ദൈവമേ എന്ന് നീ ദൈവത്തോട് പറയുമ്പോൾ
ദൈവം നിന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പാപം ചെയ്ത ആദം താൻ നഗ്നനാണ് എന്ന് പറഞ്ഞപ്പോൾ ദൈവം ചോദിച്ച അതേ ചോദ്യം, നീ പാപിയാണെന്ന് ആര് പറഞ്ഞു? ആദത്തിന്റെ നഗ്നത അത്തിയില കൊണ്ട് മറച്ച ദൈവം ആദത്തെപ്പോലെ നീ പഴിചാരി രക്ഷപ്പെടാൻ ശ്രമിക്കാതെ എനിക്ക് തെറ്റിപ്പോയി എന്നേറ്റു പറയാൻ ഒരുക്കമാണെങ്കിൽ, ഉപേക്ഷിക്കാൻ തയ്യാറാണെങ്കിൽ, തന്റെ തിരുരക്തം കൊണ്ട് കഴുകി വിശുദ്ധിയുടെ വെള്ളവസ്ത്രം ഉടിപ്പിക്കുന്ന അവൻ നിന്നെ ഒരു നാളും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യാത്തവനാണ്. പേന നഷ്ടപ്പെട്ട മകൻ സങ്കടത്തോടെ വന്ന് ചാച്ചനോട് പറഞ്ഞു, ചാച്ച, എനിക്ക് പേനയില്ല. ചാച്ചന്റെ മറുപടി, നീ പേനയില്ലാത്തവനാണെന്ന് ആര് പറഞ്ഞു? ചാച്ചൻ ഉള്ളിടത്തോളം കാലം നിനക്ക് പേനയുണ്ടാകും. ഇനി പേന കളയാതിരുന്നാൽ മതി. ഓ ദൈവമേ, നിനക്ക് നന്ദി. നിന്റെ ഉപേക്ഷിക്കാത്ത സ്നേഹത്തിന് നന്ദി.